ഹായ് ഗേസ്, ആശിഷ് ടോക്കിലേക്ക് സ്വാഗതം. സഞ്ജു സാംസൺ വേൾഡ് കപ്പിൻ്റെ വിജയത്തിന് കാരണമായി മുതൽക്കൂട്ടായിത്തീർന്നു. ഇനി ഇപ്പോൾ ചർച്ചയാകുന്നത് IPL കുറിച്ചാണ്. IPL അതിൻ്റെ തുടക്കം ഈ അടുത്ത മാസങ്ങളിൽ കളി നടക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ ഇനി എന്താണ് സഞ്ജു സാംസണ് ചെയ്യാനായിട്ട് കഴിയുക? പലരും സഞ്ജുവിനെ ചെന്നൈയുടെ ക്യാപ്റ്റനാക്കി, ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനാക്കി ഒക്കെ ഉയർത്തി കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഉള്ള ഉൾവിളികൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ വാസ്തവത്തിൽ സഞ്ജുവിൻ്റെ ടാലൻ്റ് എന്താണ്? സഞ്ജുവിൻ്റെ ടാലൻ്റ് അവൻ്റെ ബാറ്റിങ്ങിലാണ് മെയിനായിട്ട്. രണ്ടാമതേ ഉള്ളൂ ക്യാപ്റ്റൻ എന്ന നിലയിലുള്ളത്. പലരെയും ക്യാപ്റ്റൻ എന്ന നിലയിലേക്ക് കാണുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. വിരാട് കോഹ്ലിയെ, സച്ചിൻ തെണ്ടുൽക്കറെ. പക്ഷേ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിലേക്ക് വരുവാൻ എല്ലാവർക്കും കഴിയത്തില്ല. അവർക്ക് ടാലൻ്റ് ഉണ്ടായിരിക്കും, പക്ഷേ അവരുടെ ബാറ്റിങ്ങിൻ്റെ പ്രകടനത്തെ തീർച്ചയായിട്ടും അവരുടെ ക്യാപ്റ്റൻ എന്ന ഒരു പദവിയിലേക്ക് വരുമ്പോൾ അത് ബാധിക്കാറുണ്ട്. പ്രത്യേകിച്ച് സച്ചിൻ തെണ്ടുൽക്കർ താൻ നല്ലൊരു ബാറ്റ്സ്മാൻ ഇരിക്കുമ്പോൾ തന്നെ ക്യാപ്റ്റൻ എന്ന പദവിയിലേക്ക് വന്നപ്പോൾ തൻ്റെ പ്രകടനം മങ്ങുവാനായിട്ടിടയായിത്തീർന്നു. കളിയുടെ പെർഫോമൻസ് തന്നെ നല്ല ക്യാപ്റ്റനൊക്കെയാണ്, പക്ഷേ ഒരു ബാറ്റ്സ്മാൻ എന്ന തൻ്റെ ആ പെർഫെക്റ്റ് ആയിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു എഫേർട്ട് പുറത്തെടുക്കാൻ കഴിയണമെങ്കിൽ തനിക്ക് ക്യാപ്റ്റനായിരുന്നാൽ പറ്റത്തില്ല. താൻ ഒരു യഥാർത്ഥ ബാറ്റ്സ്മാനായിട്ട് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനായിട്ട് ഇടയായിത്തീരുമ്പോൾ തനിക്ക് ആ ഒരു ഫുൾ എഫേർട്ട് അത് പുറത്തെടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ 90s 2000 ആ സമയങ്ങളിൽ കളി കണ്ടവർക്കറിയാം. എന്നാൽ സഞ്ജുവിനും അതുപോലെയാണ്. താനൊരു പെർഫെക്റ്റ് ബാറ്റ്സ്മാനാണ്, ഒരു ഓപ്പണിംഗ് ബാറ്റ്സ്മാനാണ്. അപ്പോൾ തനിക്ക് എന്താണ് ഒരു ബാറ്റ്സ്മാൻ എന്ന നിലയിൽ തൻ്റെ കഴിവും തൻ്റെ പെർഫോമൻസ് പുറത്തെടുക്കുവാനുള്ള അവസരം നമുക്ക് അവനിൽ കാണുവാനായിട്ട് സാധിക്കാൻ കഴിയുമെന്നുള്ളതിനൊരു സംശയമില്ല. കാരണം ക്യാപ്റ്റൻ ആയിരിക്കാം, അല്ലെങ്കിൽ ക്യാപ്റ്റൻ ആകാനുള്ള കഴിവും അതിനുള്ള ടാലൻറ്റും സഞ്ജു സാംസൺ ഉണ്ടെങ്കിലും വാസ്തവത്തിൽ താൻ ഒരു നല്ലൊരു ബാറ്റ്സ്മാൻ എന്ന നിലയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് തനിക്ക് ഏറ്റവും നല്ലത്. പ്രത്യേകിച്ച് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് വരുമ്പോൾ ധോണി ഒഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഒരുപക്ഷെ ഈ വർഷത്തോടെ ധോണി ഉണ്ടാവും. പക്ഷേ ആ ഒരു ഒഴിവിലേക്ക് സഞ്ജു സാംസണിനെ കൊണ്ടുവന്നാൽ തനിക്ക് അത് ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ തിളങ്ങാൻ കഴിഞ്ഞേക്കാം. പക്ഷേ തൻ്റെ ബാറ്റിംഗ് പെർഫോമൻസിനെ അത് ബാധിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. തനിക്ക് ആ ഒരു കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞെന്ന് വരത്തില്ല. പ്രത്യേകിച്ച് ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആകുമ്പോൾ നല്ല ടെൻഷനും നല്ല പ്രഷറും തനിക്ക് നേരിടാം. അപ്പോൾ ഓപ്പണർ ബാറ്റ്സ്മാൻ എന്ന നിലയിൽ നിൽക്കുകയാണെങ്കിൽ, ആ ഒരു പൊസിഷനിലാണെങ്കിൽ തീർച്ചയായിട്ടും താൻ ക്യാപ്റ്റൻ ആകാതിരിക്കുകയാണ് നല്ലത്. എനിക്ക് കുറച്ചുകൂടെ ടീമിന് വേണ്ടി ക്യാപ്റ്റൻ ആകാതെ തന്നെ തനിക്ക് വലിയൊരു തന്നിലൂടെ കളി പുറത്തെടുക്കുവാനായിട്ട് സാധിക്കും. ഒരു മാച്ച് വിന്നർ എന്ന നിലയിലേക്ക് ഓപ്പണർ ബാറ്റ്സ്മാൻ എന്ന നിലയിലും മാച്ച് വിന്നർ എന്ന നിലയിലും ക്യാപ്റ്റൻ എന്ന പൊസിഷനിൽ വരാതെ തന്നെ പുറത്ത് നിന്നുകൊണ്ട് തനിക്ക് ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല. അതിനുള്ള ടാലൻറ്റ് തനിക്കുണ്ട്. ഇപ്പോൾ നമ്മൾ വേൾഡ് കപ്പിൽ കണ്ടതാണ്. ഒരു ക്യാപ്റ്റൻ ആകാതെ ക്യാപ്റ്റൻ്റെ ആ ഒരു എഫേർട്ട് തനിക്ക് എടുക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അതേസമയം സൂര്യകുമാർ യാദവിന് താനും അതുപോലെയാണ്. ഒരു ബാറ്റ്സ്മാൻ എന്ന നിലയിൽ സൂര്യകുമാർ യാദവ് ഒരു പെർഫെക്റ്റ് ബാറ്റ്സ്മാനാണ്. പക്ഷേ താൻ ക്യാപ്റ്റൻ എന്ന നിലയിലേക്ക് വന്നപ്പോൾ തൻ്റെ ആ ക്യാപ്റ്റൻസിയും മങ്ങിപ്പോയി. ക്യാപ്റ്റൻസി മങ്ങിയില്ല, പക്ഷേ ടീമിൽ ചിലർ കളി പുറത്തെടുത്തുകൊണ്ട് തൻ്റെ ക്യാപ്റ്റൻസിക്ക് ഏറ്റില്ല എന്നുള്ളതാണ്. തൻ്റെ ബാറ്റിംഗ് പ്രകടനത്തെ അത് ബാധിച്ചു എന്നുള്ളതാണ്.
തനിക്ക് പല തൻ്റേതായിട്ടുള്ള ആ ഫുൾ എഫേർട്ട് പുറത്തെടുക്കുവാൻ സൂര്യകുമാർ യാദവിന് കഴിഞ്ഞില്ല എന്നുള്ളത്. അപ്പോൾ അതുപോലെയാണ് സഞ്ജു സാംസണും. ഇവർ രണ്ടുപേരും ഒരേ ഒരു ബാറ്റിംഗ് ശൈലിയാണ്. അതുകൊണ്ട് ക്യാപ്റ്റൻ ആകാൻ പലർക്കും കഴിയും. ക്യാപ്റ്റൻ എന്ന നിലയിൽ നിന്നുകൊണ്ട് തന്നെ വ്യക്തിഗത കളി നല്ലവണ്ണം കൊണ്ടുവരാൻ കഴിയുന്നവരുമുണ്ട്. പക്ഷേ പ്രത്യേകിച്ച് ഈ പീക്ക് ബാറ്റിങ്ങിലും ഒക്കെ ഓപ്പണർ സ്ഥാനത്ത് നിൽക്കുന്നവർ അവർക്ക് അവരുടേതായിട്ടുള്ള ഫ്രീഡം കൊടുക്കണം. ഒരു അധിക ചുമതല കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഈ വരുന്ന T20 മത്സരങ്ങൾ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുവാൻ തക്കവണ്ണം സഞ്ജു സാംസണ് കഴിയട്ടെ. ധോണിയുടെ ഒഴിവുകൾ ധോണി മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുവാനായിട്ട് ഇടയായി തരട്ടെ ക്യാപ്റ്റൻ എന്ന നിലയിൽ. പക്ഷേ സഞ്ജു ആയി തന്നെ തുടരുവാൻ, തൻ്റെ കളിയെ പുറത്തെടുക്കുവാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.